നമസ്കാരം, കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം മൃഗശാലയിലേക്ക് 9 പുതിയ അതിഥികൾ കൂടിയെത്തി. കർണാടകയിലെ ശിവമോഗ സുവോളജിക്കൽ പാർക്കിൽ നിന്നും അനിമൽ എക്സ്ചേഞ്ച് വഴിയാണ് മൃഗങ്ങളെ എത്തിച്ചത്. 3 കഴുതപ്പുലികൾ, 2 കുറുനരികൾ, 2 മാർഷ് മുതലകൾ, 2 മരപ്പട്ടികൾ എന്നിവയാണ് ഇന്നലെ മൃഗശാലയിൽ കൊണ്ടുവന്നത്. ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം മൃഗങ്ങളെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റി. 21 ദിവസത്തെ ക്വാറന്റൈന് ശേഷം സന്ദർശകർക്ക് ഇവയെ കാണാൻ സാധിക്കും. പൂർത്തിയാകും മുൻപേ ലോകത്തിന് അത്ഭുതമായിരിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് നെറ്റ്വർക്കാണ് സ്റ്റാർലിങ്ക്. ഭാവിയിലെ മനുഷ്യ കോളനിയായി ഭൂമിയിലെ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്ന ചൊവ്വയിലെ സ്റ്റാർലിങ്ക് മാതൃകയിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് എത്തിക്കുകയാണ് ഇലോൺ മസ്കിന്റെ മനസ്സിലുള്ള അടുത്ത പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്തുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. തീർത്ഥാടകർക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചു. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് തദ്ദേശ സ്വയം സംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ പ്രാഥമിക തല മത്സരങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. നവംബർ 15 മുതൽ 30 വരെ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും ഡിസംബർ 1 മുതൽ 15 വരെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലും ഡിസംബർ 16 മുതൽ 31 വരെ ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലും 2025 ജനുവരി ആദ്യ വാരം മുതൽ സംസ്ഥാന തലങ്ങളിലും മത്സരങ്ങൾ നടക്കും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വെള്ളിയാഴ്ച ആലപ്പുഴയിൽ തുടക്കമാകും. 180 ഇനങ്ങളിലായി 5000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ശാസ്ത്രോത്സവം ഈ മാസം 18-നാണ് സമാപിക്കുന്നത്. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന് നടത്തുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. എറണാകുളം, വയനാട്, കാസർഗോഡ് ഒഴികെ 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നാമനിർദ്ദേശ പത്രിക നവംബർ 22 വരെ സമർപ്പിക്കാം. വോട്ടെടുപ്പിനായി 192 പോളിംഗ് ബൂത്തുകൾ സജ്ജമാകും. വോട്ടെണ്ണൽ ഡിസംബർ 11 രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. ശ്രവണ വൈകല്യം നേരിടുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇംപ്ലാന്റേഷനും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ശ്രുതി തരംഗം ശസ്ത്രക്രിയയ്ക്കായി സാങ്കേതിക സമിതി അംഗീകാരം നൽകിയ 132 കുട്ടികളിൽ 105 പേരുടെ ശസ്ത്രക്രിയകൾ പൂർത്തിയായി. ഉപകരണങ്ങളുടെ പ്രോസസർ അപ്ഗ്രഡേഷന് വേണ്ടിയുള്ള 305 കുട്ടികളിൽ 271 പേരുടേത് പൂർത്തിയായി. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.